മാത്രമല്ല ആ സമുദായത്തെ തൃപ്തിപ്പെടുത്തുവാൻ ഇടതുപക്ഷവും കുറെ മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയാക്കും, കോൺഗ്രസും കുറെ പേരെ നിർത്തും. ഇങ്ങനെ നിർത്തി വരുമ്പോൾ അതിൽ 10-75 മുസ്ലിങ്ങളെത്ത് MLA ആയിട്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇപ്പോൾ ലീഗ് നേതാവായി മാറി. കഴിഞ്ഞ പ്രാവശ്യത്തെ ജനകീയ പിന്തുണ സതീശൻ ഇവിടെ കിട്ടുകയെന്ന് ഉറപ്പാണ്. ഇന്ന് ജനാധിപത്യം ഇല്ലാതായി മതാധിപത്യം കുടിയിട്ടു വാങ്ങുന്ന ചിന്തയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു രാഷ്ട്രീയത്തിൽ വാലിലെ ചൂലല്ല. എന്നെ നിരന്തരമായി നിങ്ങൾ MLA ഞങ്ങൾ രണ്ടും ചക്കരയും പീരയും കൂടെ പോലെ ഇവിടെ നടന്നതല്ലേ കുറെ കാലം. ആ നടന്നിട്ട് എന്നോട് എന്തിനാ പണങ്ങിയത്? പണങ്ങാൻ ഞാൻ വല്ല കാര്യം ചെയ്തോ സതീശനോട്? പക്ഷേ സതീശൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് എന്നോട് പിണങ്ങേണ്ടത് പുള്ളിയുടെ ആവശ്യമായിരുന്നു. പുള്ളിയുടെ നാക്ക് ലീഗ് വാടകയ്ക്കെടുത്തു. കോൺഗ്രസിനകത്ത് സതീശന് പ്രസക്തിയില്ല. അപ്പോൾ പ്രസക്തി ഉണ്ടാകണമെങ്കിൽ ലീഗിൻ്റെ പിൻബലം വേണം. ആ ലീഗിൻ്റെ പിൻബലം വേണമെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രഗത്ഭമായി അദ്ദേഹം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ലീഗിൻ്റെ പിൻബലം കിട്ടി. അതല്ലേ അവസാനമായിട്ട് പറഞ്ഞില്ലേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന ഹൈക്കമാൻഡാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇന്ന് ലീഗ് നേതാക്കന്മാർ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? സതീശനെയാണ്. അപ്പോൾ ഹൈക്കമാൻഡ് ആരാണ്? കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇപ്പോൾ ലീഗ് നേതാവായി മാറി. ഈ പറച്ചിൽ തന്നെ അവരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എങ്ങും താങ്ങായി തണലായി ലീഗിൽ കൊണ്ടുനടക്കുന്നത് സതീശനെയാണ്. എന്തിന്? കാരണം അവർക്കൊരു വക്താവായി ഒരാളെ വേണം. അതിന് സതീശന് ബഹുജന പിൻബലമില്ല, കോൺഗ്രസിനകത്ത് പിൻബലമില്ല. ഇത്തവണ തന്നെ ഞാൻ പറയുന്നു സതീശൻ ജയിച്ചേക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ജനകീയ പിന്തുണ സതീശൻ ഇവിടെ കിട്ടുകയെന്ന് ഉറപ്പാണ്. നിങ്ങൾ എഴുതി വെച്ച് നോക്കൂ. റിസൾട്ട് വന്നപ്പോൾ അത് നിങ്ങൾ എണ്ണീട്ട് എന്നെ ഒന്ന് വിളിച്ചോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം കിട്ടിയോ ഇപ്പോഴും? കാരണം ലീഗിൻ്റെ ഒരു വക്താവായി നാവായി മാറിയത് അദ്ദേഹത്തെ കുറ്റം പറയില്ല. നിലനിൽപ്പിന് വേണ്ടി, ഈ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ പറയേണ്ടതിന് പകരം എന്തെല്ലാം വേദനിപ്പിക്കാനും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും സമുദായത്തെ ദ്രോഹിക്കുവാനും എന്തെല്ലാം പറഞ്ഞു. ആർക്കു വേണ്ടി? സതീശന് വേണ്ടി. നിലനിൽപ്പിന്, രാഷ്ട്രീയത്തിന് നിലനിൽപ്പിന് ലീഗിൻ്റെ പിൻബലം കിട്ടുവാൻ സമുദായത്തെ ഏറെ ദ്രോഹിച്ചു. എന്തുമാകട്ടെ, കേരള രാഷ്ട്രീയം ആര് ഭരിക്കണമെന്നും ഉള്ള തീരുമാനം നാളെ ഈ സമയത്തിന് മുമ്പ് വരും. ആരെങ്ങനെ തീരുമാനിക്കണമെന്ന് പറഞ്ഞാലും ഭൂരിപക്ഷം ജയിക്കുന്നതിന് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് നമ്മുടെ തത്വം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. ലീഗിൻ്റെ കൂട്ടായ്മയുടെ ലീഗ് പറഞ്ഞാൽ അതിനെതിരായി പറയാൻ ഇന്ന് ഇടതുപക്ഷത്തിനാളില്ല, വലതുപക്ഷത്തിനാളില്ല, ഒരു കക്ഷിയിലും ആളില്ലാതെ തേങ്ങക്കിടങ്ങ മാങ്ങായാണെന്ന് പറഞ്ഞാൽ ഒരു കൊല മാങ്ങായ ഉണ്ടെന്ന് പറയുന്ന രീതിയിലേക്ക് ലീഗ് പറഞ്ഞാൽ ആവർത്തിച്ച് പറയുന്ന, ഏറ്റു പറയുന്ന ഒരവസ്ഥയിലേക്ക്. കാരണം അവർ വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കായി നിൽക്കുന്ന ലീഗിനെ വെറുപ്പിച്ചാൽ തങ്ങൾക്ക് ജയിക്കാനൊക്കില്ല എന്നൊരു ചിന്തയോടുകൂടി വന്നതോടുകൂടി തന്നെ നമ്മൾ ജനാധിപത്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും തകർത്തുകൊണ്ട് സംഘടിതമായി നിൽക്കുന്ന വോട്ട് ബാങ്കുകൾ ഇന്ന് കേരള ജനാധിപത്യത്തെ നശിപ്പിച്ചു, ഹൈജാക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നെഹ്റു പറഞ്ഞത് എന്താണ്? ചത്ത കുതിര എന്നാണ്. അന്ന് നെഹ്റു പറഞ്ഞു ചത്ത കുതിരയല്ല, ഇത് ഉറങ്ങുന്ന സിംഹമാണ്. ശരിയാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഉറങ്ങുന്ന സിംഹം ഇന്ന് പടക്കുതിരയായി 10-25 MLA ആയി. അത് നേരെ സെക്രട്ടറിയിലേക്ക് വരികയാണ്. പക്ഷെ അവരുടെ ആഗ്രഹാനുഷ്ഠാനം അനുസരിച്ച് എല്ലാ പാർട്ടികളും ഒത്തുപറഞ്ഞു നിൽക്കുന്ന ദുരവസ്ഥ. മാത്രമല്ല ആ സമുദായത്തെ തൃപ്തിപ്പെടുത്തുവാൻ
ഇടതുപക്ഷവും കുറെ മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയാക്കും, കോൺഗ്രസും കുറെ വരെ നിർത്തും. ഇങ്ങനെ നിർത്തി വരുമ്പോൾ 140 ഉള്ള ഈ നിയോജക മണ്ഡലം, ഈ നമ്മുടെ അസംബ്ലിയിൽ 14 സംവരണം കഴിഞ്ഞാൽ വരുന്നതാണ് 100 സീറ്റുകളാണ്. അതിൽ 1075 മുസ്ലിങ്ങൾ എത്തുക MLA ആയിട്ട്. കോൺഗ്രസ് MLA, കമ്മ്യൂണിസ്റ്റ് MLA, ലീഗ് MLA, ഇതെല്ലാം ഫലത്തിലെല്ലാം മുസ്ലിങ്ങളായി അകത്ത് ചെല്ലുമ്പോൾ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന പട്ടികജാതി പിന്നോക്ക വിഭാഗം നമുക്കെന്ത് പരിഗണന എവിടെ കിട്ടി? നമ്മൾ എവിടെ കിടക്കുന്നു? ആലപ്പുഴ 1, എറണാകുളം 1, കോട്ടയം 1, ഇങ്ങനെ കൊല്ലം 1, ഇങ്ങനെ 1 സമുദായമായി നാം മാറിയെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മളിൽ നിന്ന് നമ്മൾ അകന്നുപോയി. ഗുരുവിൻ്റെ ദർശനത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയി. സംഘടിച്ച് ശക്തരാകാൻ പറഞ്ഞത് എന്തിനാണ്? അവകാശം നേടാനാണ്. അങ്ങനെ സംഘടിച്ച് നിന്നവരാണ് അവകാശങ്ങളെല്ലാം മേടിച്ചിട്ടുള്ളത്.